എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ. പുരുഷനെ നമ്മളാണ് കൊണ്ടുവന്നതെന്ന് തമ്പുരാക്കന്മാരറിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുമ്പിൽ നമുക്ക് അവരെ നാറ്റിക്കണം. ഇതിൽ കൂടുതൽ എന്ത് നാറാനാടാ ഉള്ളത്? ഇനി നീ നോക്കിക്കോ, ആലഞ്ചേരിയിലെ ഒറ്റ ഒരുത്തിനും നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവിടത്തെയും ഇവിടത്തെയും 10 കൂടി ഇനി തമ്പ്രാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും. എന്നിട്ട് അവര് തമ്മിൽ അടിച്ച് ചാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കിൽ ഇടിച്ച് ചാവേണ്ടി വരും. ഓടാ, അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓ കൊച്ചു തമ്പ്രാക്കന്മാര് നീരാട്ട് കഴിഞ്ഞ് എഴുന്നള്ളായില്ലടാ. ആലഞ്ചേരിയിലെ 10-12 കേട്ടു. ഇപ്പോഴല്ലേ ശരിക്കും എണ്ണം തികഞ്ഞത്. ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവും. തന്തയില്ലാത്തരം പറയുന്നോടാ. തെണ്ടിത്തരം പറഞ്ഞ നാവ് പിഴുതെടുക്കും ഞങ്ങള്. തന്തയ്ക്ക് പറഞ്ഞവനുണ്ടെങ്കിലേ വന്ന് നാക്ക് പിഴുതെടുക്കടാ. ആലഞ്ചേരിയിൽ ചിലപ്പോ 12-18 കാണും. അതിനൊക്കെ ചെലവിനെടുക്കാൻ തമ്പ്രാമാർക്ക് അറിയാം. അത് നിന്റെ അച്ഛന്റെ പറയുന്നത് വേണ്ട. കേട്ടോ, പോടാ പോടാ പുല്ലേ. സ്വൈര്യം കെട്ടു, പുറത്തിറങ്ങാൻ പറ്റാതായി. ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്താ പതിവില്ലാതെ എല്ലാരും കൂടി ഈ സമയത്ത്? പതിവില്ലാത്ത പലതുമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളച്ചു കെട്ടൊന്നും വേണ്ട. അധിക പ്രസംഗമാണെന്ന് കരുതരുത്. ചോദിക്കാതിരിക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. സത്യത്തിൽ മീരയും പുരുഷും ആലഞ്ചേരിക്കാരാരാ? അവിടെ അച്ഛനോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കഥകളുണ്ടാക്കുന്ന ഒരു കണക്കുമില്ല. മറുപടി കൊടുത്തു ഞങ്ങൾ മടുത്തു. ഒരിക്കലെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ചാ ഞങ്ങൾ വന്നത്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല. ഇതുവരെ ഏത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അത് അച്ഛന് ഞങ്ങൾ പറയാതെ തന്നെ അറിയാലോ. കുത്തുവാക്ക് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞിട്ട് മതിയല്ലോ എന്ന് കരുതിയിട്ടാ. ഞങ്ങൾ ആര് പറയുന്ന കഥയോ വിശ്വസിക്കേണ്ടത്? മീര പറയുന്ന കഥയോ അതോ പുരുഷ പറയുന്ന കഥയോ? നിർത്ത. നാട്ടുകാർ പറയുന്ന കഥകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കേണ്ടി വരും. ഇനി ചാത്തുക്കുട്ടിയും ഞാനും പറയണതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റുമാണ്. നാട്ടുകാരുടെ കുത്തുവാക്കിന് മറുപടി പറയാൻ വയ്യാണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ചാത്തുക്കുട്ടി. എന്റെ കാര്യം സാരമാക്കണ്ട. ആദ്യം ഇളവറ തമ്പുരാക്കന്മാര് പോയി ആ മനസ്സൊന്ന് കാണ്, എന്നിട്ട് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. അതിന് നിങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട. അയ്യോ, ഞാൻ കാർത്തൂന്റെ മോനല്ലേ? നിനക്ക് ആലഞ്ചേരിയിലെ 11-ാമനാവണം അല്ലടാ? സത്യം പറയടാ. ആരാടാ നീ? പറയടാ. ഞാൻ വെങ്കായം പുരുഷു, ഒരു നാടക നടനാണ്. കാർത്തൂന്റെ മകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇയാളാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. സൂത്രധാരകൻ എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. ചേക്കുട്ടി റൈറ്റർ പറഞ്ഞിട്ടാ ഞാൻ ഈ നാടകക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നത്. നീ നിന്റെ ചേക്കുട്ടിയോട് പോയി പറ മീര ആലഞ്ചേരിയിലെ പെണ്ണാണെന്ന്. എന്താണ് നിനക്ക് വല്ല സംശയമുണ്ടാ? എനിക്കും ഇല്ല, എന്റെ റൈറ്റർക്കും ഇല്ല സംശയം. ഇനി കാർത്തൂന്റെ കഥ പറഞ്ഞ് ഇവിടെ ഞാൻ കണ്ടുപോയാ കൊല്ലും ഞങ്ങള്. മോളിങ്ങി വാ. മോക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? വെറുക്കാൻ മാത്രം എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്. തെറ്റെന്റേതാണ്. അപവാദങ്ങളുമായി എല്ലാരും എന്റെ നേരെ വന്നപ്പോ ഞാനാകെ പതറിപ്പോയി. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നറിയാണ്ടായിപ്പോയി. സാരമില്ല, എനിക്കതിലൊട്ടും വിഷമില്ല. കുട്ടികൾ അറിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി മുഴുവൻ. ഏതായാലും അതും അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അല്ലേ മെന്നെ? അത് നന്നായി. ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു. അച്ഛനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ കുട്ടിക്കുണ്ടാവും. എനിക്കറിയാം, അറിയാം. എന്റെ മോളിനി വാടക വീട്ടിൽ താമസിക്കണ്ട.
ആര് പറയണതും ഞാൻ കണക്കാക്കണില്ല. എല്ലാറ്റിനും പുല്ലുവിലയെ കൽപ്പിക്കൂ. എന്റെ കാലം കഴിയണവരെയെങ്കിലും രണ്ടാളും തറവാട്ടിൽ തന്നെ കഴിയണം. സന്തോഷമായോ എന്റെ കുട്ടിക്ക്? സന്തോഷമായോ? ഈ ആലഞ്ചേരിയിലേക്കുള്ള വഴിയതാ. ആലഞ്ചേരി എന്ന് പറയുമ്പോ രണ്ട് ആലഞ്ചേരി ഉണ്ട്. അതിലെവിടേക്കാ പോണ്ടേ? ഭാഗവതരുടെ അടുത്തേക്കാണോ കുരുക്കളുടെ അടുത്തേക്കാണോ? ഭാഗവതരുടെ അടുത്തേക്ക് തന്നെ. അപ്പൊ കച്ചേരിക്കാ? കച്ചേരിക്ക് തന്നെയാ. പക്ഷെ കച്ചേരി നടത്തുന്നത് ഭാഗവതരായിരിക്കില്ല, ഈ ഞാൻ. അല്ലോ, വഴി പറയടോ. നേരെ പോയാൽ കാണുന്ന ഒരു പടിപ്പുരണ്ട്, അത് തന്നെ. മുത്തശ്ശ, മുത്തശ്ശ, എന്താ എന്താ? അവര് വരണുണ്ട്. ആര്? ഇളയച്ചൻ. ഇവിടെ? അവര് പഠിപ്പുരയിൽ എത്താറായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. അയാൾ എന്നെ കണ്ട കൊല്ലും. മുത്തശ്ശ വാ, ഇവിടെ നിൽക്കണ്ട. മുത്തശ്ശ വാ, മുത്തശ്ശ വാ, വേഗം വാ മുത്തശ്ശ. മുത്തശ്ശ വാ. എന്താ എന്തു വെച്ചു മോളെ? എന്നെ മുത്തശ്ശനെ കൊണ്ട് അയാൾ വരണുണ്ട്. അയാൾ ഇങ്ങ് എത്തി. ഞങ്ങൾ അയാളോട് അയക്കരുതേ. നീ എന്തൊക്കെ പറയണേ? ആര് വന്നു? അതൊക്കെ പിന്നെ പറയാം. അയാൾ എന്നെ കണ്ട ആകെ കുഴപ്പം. എന്നെ വിട്ടുകൊടുക്കരുതേ. ഞാനും മുത്തശ്ശൻ ഇവിടെ ഇല്ലെന്ന് പറയണം, പ്ലീസ്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്ന് നോക്കി. മോളവിടെ ഇരിക്കും. ആരാ? യേശു വർമ്മ എന്ന് പറയും. തറവാട് പള്ളിക്കൽ. കൊച്ചു വർമ്മ എന്ന് വിളിച്ചാ മതി. വർമ്മകറി ഇരിക്കൂ. നിർബന്ധിക്കരുത്, സമയം തീരെയില്ല. പിന്നെ ഞാൻ വന്ന കാര്യം, അവളെവിടെ? ആര്? ആ പെണ്ണെവിടെന്ന്? നിക്ക ലേഖ എവിടെ? ലേഖയോ? ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇപ്പോ അവളെ ഇവിടെ ഇല്ല. മീര മണ്ണാങ്കട്ട. ലേഖ വർമ്മ. അവൾ അങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ നിന്ന് വഴുതിപ്പോവില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക്. അവളെ ആ കളവനെ ഇറക്കിവിടെ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഇവിടെ ഇല്ല. എന്നെക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിയോണ്ട് പറയാ. എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ദയവേത് അവളെ എന്നോടൊപ്പം അയക്കണം. അയക്കാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, വർമ്മ. ഞാൻ പേരല്ല ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ബന്ധം? അതെ, നിങ്ങൾ അവളുടെ ആരാ? അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനാ അവളുടെ അച്ഛൻ. നിർത്ത്. അല്ല, ഞാനുള്ളപ്പോ അവൾക്ക് വേറൊരു അച്ഛനുണ്ടായത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ചിരിച്ചു പോയതാ. അപ്പോ നാടകങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പറയാം. തമ്പുരാനെ, അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഭാഗവതരെ വീടും ചോദിച്ചാ പോയത്. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നണേ. അല്ല, എന്താണ്? എന്റെ മകളാണ് അവളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ ഇപ്പൊ അവൾ എവിടുന്നാണ് വന്നെന്ന് അറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. അറിയോ നിങ്ങൾക്ക്? ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ചന്തപ്പൻ ഗുരുക്കൾ വരണം. നിങ്ങളും കേൾക്കണം, എന്നിട്ട് മറുപടി പറയണം. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന എന്റെ മകൾ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി? വർമ്മ എന്തു പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല. അവൾ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്, കാർത്തൂന്റെ കഥയടക്കം. സത്യം. ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ?
അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവൾ അവിടുന്ന് ചാടിപ്പോന്നത്. കൂടെ വേറൊരു ഭ്രാന്തൻ കിഴവൻ, ജോർജ് വർഗീസ്. അയാൾ ഉണ്ടാവുമല്ലോ അകത്ത്. കെട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം. അത് 25 വർഷം മുമ്പ്. ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് 18 വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം. ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക്? എന്റെ ദേവി, ഇനിയും നിങ്ങൾക്ക് തെളിവാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷെ അതുവരെ കാത്തുക എനിക്ക് സമയമില്ല. എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, പക്ഷെ ഇപ്പോഴല്ല. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം. സത്യം അറിയണം. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. പറയാനല്ല, കൊണ്ടുപോകാൻ. അത് അവളോടും പറഞ്ഞേക്ക്. വരട്ടെ. അയാൾ പറഞ്ഞതൊക്കെ സത്യാണോ? പറ, സത്യാണോ? സത്യം. സത്യം. എനിക്ക് മാപ്പ് തരണം. അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നെ വേണേ കൊന്നോളൂ, എന്നാലും അയാളോടൊപ്പം എന്നെ പറഞ്ഞേക്കരുത്. കുഞ്ഞു പറഞ്ഞൊക്കെ സത്യ. സത്യം. ആ വാക്കിന് മിണ്ടിപ്പോകരുത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞില്ലേ കുറെ കഥകള്? അച്ഛാന്ന് വിളിച്ചപ്പോ എല്ലാം മറന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു, ആശ്വസിച്ചു. ഇപ്പൊ അയാളും എന്ന് പറയണു വേറൊരു കഥ. ഇനി ആ കഥയും മാറും. കഥകൾ ഒരുപാടുണ്ടാകും ഇവിടെ. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഞാൻ പറയുന്നൊന്ന്. വേണ്ട, ഒരു ഭ്രാന്തി പെണ്ണിന് സമ്മാനമാണാനുള്ളതല്ല ആലഞ്ചേരി തമ്പ്രാക്കളുടെ ജീവിതം. ഈ നിമിഷം രണ്ടുപേരും ഇവിടെ ഇറങ്ങണം. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എന്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോകരുത്. വേണമെങ്കിൽ ഒരാഴ്ച വടക്കേപ്പറമ്പിൽ താമസിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടാച്ചാ പോവാം. അതൊക്കെ നിന്റെ ഇഷ്ടം. കുറച്ചു കാലം മകളായി കണ്ടുപോയതിന്റെ ഔദാര്യം കാണിക്കണമല്ലോ. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട, അവസാനമായിട്ട് പറയേണ്ട വാക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയണതിന് മുമ്പ് ഇറങ്ങ. മുത്തശ്ശ, തമ്പ്രാക്കന്മാരുടെ ചങ്കും പറിച്ചോണ്ട് അവള് പോണത് താൻ കാണാനില്ലേ ചന്തപ്പ? പൊയ്ക്കോട്ടോ, പൊയ്ക്കോട്ടെ. ഇപ്പോഴാണ് തമ്പുരാക്കന്മാർ ശരിക്കും വെട്ടിൽ വീണത്. എടാ, ഈ വർമ്മയെ ആരാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അറിയോ? ആരാ? ദൈവം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. അടുത്ത ഞായറാഴ്ച വരൂന്ന് പറഞ്ഞാ അയാൾ പോയിരിക്കുന്നത്. അയാൾ വരട്ടെ. അയാൾ വന്നാൽ സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമുക്ക് അയാളെ സഹായിക്കണം. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. എന്താ ചാത്തുക്കുട്ടി? എനിക്ക്
ഒരു മനസമാധാനവും ഇല്ല. ആ കുട്ടിയെ അങ്ങനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. വടക്കേ പറമ്പിലേക്ക് അവള് പോയിട്ടില്ല. കരക്കാരും കണ്ടിട്ടില്ല. ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുവാവോ? താൻ വിഷമിക്കാണ്ടിരിക്കുക. അവൾക്കൊന്നും വരില്ല. കരിയാത്തനെയും കുട്ടിയെയും ഞാൻ തിരക്കാൻ ഏ? അവരല്ലേ വരുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ കരിയാത്ത? ഇല്ല അമ്പ്ര, ഇനിയിപ്പം പാടത്തിന്റെ അപ്പുറത്ത് അന്വേഷിക്കാം. നമുക്കൂടെ ഒന്ന് പോയി നോക്കാം. വാ. നടക്കി ബൈ മാറി കൊടുക്കണ ബൈ മാറി.